പാലക്കാട് വാളയാറിൽ സംഘപരിവാർ ആക്രമണത്തിൽ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അട്ടപ്പള്ളം സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. 8 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് പാലക്കാട്. സച്ചിൻ, ഇതുവരെ 8 പേര് അറസ്റ്റിലായതിൽ ഈ ഷാജിയുടെ പങ്കെന്താണ്? കൂട്ടം ചേർന്ന് മർദ്ദിച്ചതിൽ ഒരാളാണോ ഷാജി? സംഘപരിവാർ പശ്ചാത്തലം തന്നെയാണോ ഇയാൾക്കുമുള്ളത്? സിജു, തീർച്ചയായും കഴിഞ്ഞ 17-ാം തീയതിയാണ് വാളയാർ അട്ടപ്പള്ളത്ത് വെച്ച് ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണൻ സംഘപരിവാർ ശക്തികളുടെ അതിക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. തുടർന്ന് 5ഓളം RSS BJP പ്രവർത്തകരെ അടക്കം SIT സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നാണ് അതിനുശേഷം 3 പേരെ കൂടെ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയോടുകൂടെയാണ് വാളയാർ അട്ടപ്പള്ള സ്വദേശിയായ ഷാജിയെ SIT സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെയോടുകൂടെ SIT സംഘം ഷാജിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിജു പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാർ ശക്തികളുടെ ക്രൂരമായ ആക്രമണം തന്നെയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണന് നേരെ ഉണ്ടായിട്ടുള്ളത്. മോഷണ കുറ്റമടക്കം ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം വാളയാർ അട്ടപ്പള്ളത്ത് വെച്ച് നടക്കുന്നത്. തുടർന്നാണ് 5ഓളം വരുന്ന RSSൻ്റെയും BJPയുടെയും കൊടും ക്രിമിനലുകളെ മണിക്കൂറുകൾക്കകം തന്നെ വാളയാർ പോലീസ് പിടിക്കുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അതിനുശേഷമാണ് 2 പേർ അറസ്റ്റിലാവുന്നത്. ഇന്ന് ഒരാളുടെ കൂടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇയാൾക്കും, അതായത് ഷാജിക്കും സംഘപരിവാർ BJP RSS ബന്ധം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഷാജിയെ ഇന്നലെ രാത്രിയോടുകൂടെ കസ്റ്റഡിയിലെടുത്ത ഷാജിയുടെ അറസ്റ്റ് ഇന്ന് രാവിലെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരിട്ട് ഈ മർദ്ദനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഷാജിയെ ചോദ്യം ചെയ്തതിൽ നിന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായത്. മാത്രമല്ല, ഈ 5 പേരെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായ രീതിയിൽ തെളിവെടുപ്പും അതേപോലെ തന്നെ ചോദ്യം കൂടുതൽ വിവരങ്ങൾക്കായി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. അതിൽ നിന്നാണ് ഷാജിയുടെ പങ്കും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് വാളയാർ അട്ടപ്പള്ളത്തെ ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണൻ്റെ കേസും അന്വേഷിക്കുന്നത്. സിജു, സച്ചിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ആരൊക്കെയാണ് പിടിയിലാകാനുള്ളത്? എത്ര പേരാണ് ഈ പോലീസ് നൽകിയ കുറ്റപത്രത്തിലുള്ളത്? പോലീസിൻ്റെ അന്വേഷണത്തിൽ എത്ര പേരാണ് പ്രതികളെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്? സിജു, തീർച്ചയായും പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയത് കൂടുതൽ പേർക്ക് ഈ രാംനാരായണൻ്റെ കൊലപാതകവുമായി പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നത്. അതിൽ 5 പേർ നേരിട്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിൻ്റെ പിടിയിലായിരുന്നു. അവർ ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ള RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മുൻകാലങ്ങളിൽ സമാനമായ രീതിയിൽ വാളയാർ അട്ടപ്പള്ളത്തും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെല്ലാം ആക്രമണം നടത്തിയ ആളുകളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന അനു, അതുപോലെ തന്നെ മുരളി അടക്കമുള്ള RSSൻ്റെയും BJPയുടെയും പ്രവർത്തകർ. ഇവർ 2 പേരും മുൻപ് DYFIയുടെയും അതേപോലെ തന്നെ CIT പ്രവർത്തകരെ അടക്കം ആക്രമിച്ച കേസിലും പ്രതികളാണ്. കാപ്പ കേസ് അടക്കമുള്ള കേസുകൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. 15ഓളം കേസാണ് അനുവിന് നിലവിൽ പാലക്കാട് ജില്ലയിൽ മാത്രമുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കൊടും ക്രിമിനലുകളായിട്ടുള്ള RSSൻ്റെയും BJPയുടെയും പ്രവർത്തകർ തന്നെയാണ് ബംഗ്ലാദേശിയാണോ എന്ന് ആരോപിച്ചുകൊണ്ട് രാംനാരായണനെ അതിക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ 17-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ മർദ്ദനം വാളയാർ അട്ടപ്പള്ളത്ത് വെച്ചും നടന്നത്. തുടർന്ന് രാത്രിയോടുകൂടിയാണ് പോലീസ് വിവരം അറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തുന്നതും തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രാംനാരായണൻ്റെ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം അടക്കം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പൂർത്തീകരിച്ചത്. രാംനാരായണൻ്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 30 ലക്ഷത്തോളം സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ കരുതലും ഈ മരിച്ച അതിഥി തൊഴിലാളിയുടെ കുടുംബത്തോട് കാണിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കിയതാണ്. അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ പാലക്കാട് വെച്ച് നടന്നത്. ഇതിൽ ശരി, സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് എന്നുള്ള വിവരങ്ങൾ നൽകി.